ഈ ഒരു ഹെർബൽ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ 2 ലെമൺ എടുത്തിട്ടുണ്ട്. ഈ ലെമൺ എടുക്കാൻ കാരണം നമുക്ക് ഇതിൽ നിന്ന് കൂടുതൽ ജ്യൂസ് കിട്ടും. ഇനി അതല്ല ചെറുനാരങ്ങയാണ് കയ്യിലുള്ളതെങ്കിൽ ചെറുനാരങ്ങ എടുക്കാം. ചെറുനാരങ്ങ എടുക്കുമ്പോൾ ഒരു 4-5 എണ്ണമൊക്കെ വേണ്ടി വരും. കാരണം നമ്മൾ എത്ര ഇഞ്ചി നീരാണോ എടുക്കുന്നത് അതിന് തുല്യമായിട്ട് തന്നെ നമുക്ക് ചെറുനാരങ്ങ നീരും വേണം. അപ്പോൾ അതിനനുസരിച്ച് എത്ര നാരങ്ങ വേണോ അത്ര ചെറുനാരങ്ങ എടുത്താൽ മതി. അപ്പോൾ ഇനി ഈ ഇഞ്ചി ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇഞ്ചി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇനി ഇഞ്ചിയുടെ കഷ്ണങ്ങൾ കുറേശ്ശെ കല്ലിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇടിച്ച് ചതച്ചെടുത്ത് ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കണം. ഇപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഈ ഇഞ്ചി നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കാം. ഇനി ഇത് കളയരുത്, വീണ്ടും നമുക്കിത് കല്ലിലേക്ക് വെച്ച് വീണ്ടും ചതച്ചെടുക്കണം. അപ്പോൾ വീണ്ടും നമ്മൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ട് നീര് കിട്ടും. അപ്പോൾ ഇനി ഇത് ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് ഇടിച്ച് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് നീര് മുഴുവൻ എടുക്കുന്നത് വരെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പം ലാസ്റ്റ് ഉള്ള നീര് മുഴുവൻ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്നൊന്നും നമുക്ക് കിട്ടാനില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് കളയാനുള്ളതാണ്. അപ്പം ബാക്കിയുള്ള ഇഞ്ചിയും ഇതേപോലെ തന്നെ നമുക്ക് ഇടിച്ച് നന്നായിട്ട് പിഴിഞ്ഞ് നീരെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇഞ്ചി ഇടിച്ച് പിഴിഞ്ഞ് ഇത്രയും നീരാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതൊരു വലിയൊരു ബൗളിലേക്ക് നമുക്കൊന്ന് മാറ്റി ഒഴിക്കാം. ഇനി നമുക്ക് നാരങ്ങയും കട്ട് ചെയ്തെടുത്ത് നാരങ്ങയുടെ ജ്യൂസും പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുത്ത നാരങ്ങ നീര് നമുക്കൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇഞ്ചി നീരിലേക്ക് നാരങ്ങാ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. നാരങ്ങാ നീര് ഇവിടെ ഇഞ്ചി നീരിനേക്കാളും കുറച്ച് അളവ് കൂടുതലുണ്ട്, എന്നാലും ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരേ അളവ് എടുത്താൽ മതി. കാരണം നാരങ്ങാ നീര് കൂടുതലായാൽ നമ്മുടെ സിറപ്പിന് ഭയങ്കര പുളി കൂടുതലായിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് വേണം. ഞാനിവിടെ ഫൈൻ സീ സോൾട്ടാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് ടേബിൾ സോൾട്ട് അല്ല വേണ്ടത്. അപ്പം കല്ലുപ്പാണ് എടുക്കുന്നതെങ്കിൽ കല്ലുപ്പ് ഒന്ന് പൊടിച്ചതിന് ശേഷം എടുത്താൽ മതി. ഒരു ഇത്രയൊക്കെ എടുത്താൽ മതി, ഒരു 2 നുള്ളുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പ് നന്നായിട്ട് അലിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വെതറി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഇഞ്ചിനീരും നാരങ്ങാനീരും ഒക്കെ എടുത്ത അതേ അളവിന് തന്നെ വേണം നമുക്ക് തേനും എടുക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ ഒരു 6 ടേബിൾ സ്പൂൺ തേന് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇഞ്ചിനീരും നാരങ്ങാനീരും തേനും ഏകദേശം ഒരേ അളവിലാണ് വരേണ്ടത്. ഇനി എങ്ങാനും നമ്മളിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് പുളി കൂടുതലുണ്ടെങ്കിൽ കുറച്ചും കൂടെ തേനൊഴിച്ച് കൊടുത്താൽ മതി. ഈ മരുന്ന് ഇനി ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു വെക്കാം. ഈ കുപ്പി ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ഒരു കുപ്പിയാണ്. അതുപോലെ മരുന്നെടുക്കുന്ന സമയത്ത് എപ്പോഴും നല്ല ഉണങ്ങിയ ഒരു സ്പൂൺ കൊണ്ട് വേണം മരുന്നെടുക്കാനായിട്ട്. അതല്ലെങ്കിൽ ഒരു ബൗൾ അടിയിൽ വെച്ചിട്ട് സ്പൂണിലേക്ക് കുപ്പിയിൽ നിന്ന് ഒഴിച്ച് അളന്നെടുത്താൽ മതി. കാരണം നമ്മൾ ഒരു ദിവസം തന്നെ പല തവണ മരുന്നെടുക്കുന്ന സമയത്ത് എപ്പോഴും സ്പൂണിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഈ സിറപ്പ് ചിലപ്പോൾ കേടായിപ്പോവും. പിന്നെ തൊണ്ടവേദനയൊക്കെ തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ മരുന്ന് ഉണ്ടാക്കി കഴിച്ചു തുടങ്ങിയാൽ തൊണ്ടവേദനയ്ക്ക് പെട്ടെന്ന് തന്നെ നല്ല കുറവ് കിട്ടും. പിന്നെ ഇത് കഴിക്കേണ്ട അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നേരം കഴിക്കാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കാവുന്നതാണ് വലിയ ആളുകൾക്ക് കഴിക്കാനായിട്ട്. ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഒരു നേരം എടുത്താൽ മതി. പിന്നെ ആദ്യത്തെ ദിവസം നല്ല തൊണ്ടവേദനയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഒരു പ്രാവശ്യം കഴിച്ച് ഒരു 2 മണിക്കൂർ കഴിയുമ്പം വീണ്ടും ഇത് കഴിക്കാം. അങ്ങനെ 2 മണിക്കൂർ ഇടവിട്ട് നമുക്ക് ഒരു 4-5 പ്രാവശ്യമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പം രണ്ടാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല കുറവ് കിട്ടും.
രണ്ടാമത്തെ ദിവസം നമുക്കൊരു 4-5 പ്രാവശ്യമൊക്കെ കഴിച്ചാൽ മതിയാവും. ആദ്യം ഉണ്ടാക്കിയ ഈ മരുന്ന് തീർന്നതിന് ശേഷവും നമ്മുടെ അസുഖം തീർത്തും മാറിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഈ മരുന്ന് ഉണ്ടാക്കിയതിന് ശേഷം കഴിക്കുക. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തേൻ കഴിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ മരുന്ന് കൊടുക്കാൻ പാടില്ല. കാരണം നമ്മൾ ഈ മരുന്നിൽ നല്ല പോലെ തേൻ ചേർക്കുന്നുണ്ട്. ഈ മരുന്ന് സാധാരണ ഞാനിവിടെ രാവിലെയാണ് ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം രാത്രിക്കുള്ളിൽ തന്നെ ഈ മരുന്ന് കഴിച്ച് തീർന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിവിടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറില്ല. കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ തന്നെ സൂക്ഷിച്ച് ഓർത്തെടുത്ത് കഴിച്ച് പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് തീരാറാണ് പതിവ്. നാട്ടിൽ നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ ചിലപ്പം ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടി വരും. അങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഈ മരുന്ന് പുറത്തേക്ക് എടുത്ത് തണുപ്പൊക്കെ മാറിയതിന് ശേഷമേ കഴിക്കാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് തൊണ്ടവേദനയുള്ള സമയത്ത് ചിലപ്പം പനിയും ചുമയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് മരുന്നും കഴിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞ് ഈ മരുന്നും നമുക്ക് കഴിക്കാവുന്നതാണ്. 2 മരുന്നും തമ്മിൽ ഇടയ്ക്ക് ഒരു 1/2 മണിക്കൂർ ഗ്യാപ്പ് വിട്ടാൽ മതി. ഈ മരുന്ന് കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട്, മഞ്ഞൾപ്പൊടി ഒരു 2 നുള്ള് ചേർത്താൽ മതി. അത് വെച്ചിട്ട് തൊണ്ട ഇടയ്ക്കിടയ്ക്ക് ഗാർഗിൾ ചെയ്യണം. പല തവണ അത് ചെയ്യേണ്ടതാണ്. അതുപോലെ ചെറു ചൂടുള്ള കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ഗ്രീൻ ടീ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ തൊണ്ടവേദന വരുന്ന സമയത്ത് എല്ലാവരും ഈ സിറപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മരുന്നാണിത്. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.